ഇന്നലല്ലേ ആ 180 ആണെന്ന് പറഞ്ഞു. ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് V4ൻ്റെ ടയർ മാറ്റാൻ വേണ്ടി പോവാണ്. അപ്പോൾ ടയർ ഏകദേശം 12,000 കിലോമീറ്റർ ഓടിയതിന് ശേഷം ടയറാകെ മൊട്ടയായി കിടക്കുകയാണ്. അപ്പോൾ നമുക്കിന്ന് എന്തായാലും ടയർ റീപ്ലേസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും ഇതിൻ്റെ ടയർ അത്രമാത്രം ലൈഫ് കുറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് എന്തായാലും ടയർ മാറ്റാതെ വേറെ രക്ഷയുമില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഇന്ന് ടയർ മാറ്റാൻ വേണ്ടി പോവാണ്. അപ്പോൾ പോകുന്നത് മലപ്പുറത്ത് മൂർക്കനാട് എന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം ഫെയിമായിട്ട് നിൽക്കുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ ആ ഷോപ്പിലേക്കാണ് പോകുന്നത്. ഞാൻ എന്തായാലും എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ട്രാക്ക് ടയറാണ്, അതായത് 90 അബോ ലൈഫുള്ള ട്രാക്ക് ടയർ, യൂസ്ഡ് ട്രാക്ക് ടയറാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും മെച്ചലറിൻ്റെ 2 ടയർ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഫ്രണ്ടും ബാക്കും. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് കുറേ സർവീസ് അവൈലബിൾ ആണ്, അവരായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും പെട്ടെന്ന് പോയിട്ട് നമുക്ക് ടയർ മാറ്റാനുള്ള പരിപാടികൾ നോക്കാം. ഓപ്പൺ റോഡാണ്, ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യാണ്. ഇത് ചെറിയൊരു വ്ളോഗാണ്, നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇവരുടെ കയ്യിൽ നിന്ന് ഞാൻ ഇതുവരെ പർച്ചേസ് ചെയ്തിട്ടില്ല, പക്ഷേ എൻ്റെ ഫ്രണ്ട് ഇവരുടെ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവൻ നല്ല ഫീഡ്ബാക്കാണ് പറഞ്ഞത്, അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി ഗായ്സ്. ഇന്നലെ വിളിച്ചെന്ന് അല്ല, ഇന്നലെ മെസ്സേജ് അയച്ചില്ലെന്നോ? ഗായ്സ്, അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഐറ്റം. അതായത് 2 മെറ്റ്സെല്ലറിൻ്റെ 2 ടയറാണ്, അതായത് ഒന്ന് 120 ഒന്ന് 180. അപ്സൈസ് ആണ് ചെയ്യാൻ പോകുന്നത്. മെറ്റ്സെല്ലറിന്റെ ക്വാളിറ്റി ടയർ ആയതുകൊണ്ടും നല്ല അപ്സൈസ് ചെയ്തുകൊണ്ടും നല്ല കോർണറിങ്ങിന് നല്ല ഗ്രിപ്പ് ആയിരിക്കും, അതുകൊണ്ട് തന്നെ നല്ല കോൺഫിഡൻസ് കിട്ടാനും സാധ്യതയുണ്ട്. അങ്ങനെ ടയർ ചേഞ്ചിങ് ഫിനിഷ്ഡ്. അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടയർ അപ്സൈസ് ചെയ്യുമ്പോൾ ഫീല് അതൊരു രക്ഷയുമില്ല കേട്ടോ. അപ്പോൾ സർവീസ് റോഡിലാണുള്ളത്. സർവീസ് റോഡിൽ നിന്ന് നേരെ യൂട്ടേൺ എടുത്തിട്ട് വേണം ഹൈവേക്ക് കയറാൻ, അല്ലാതെ കയറാനുള്ള വേറെ ഓപ്ഷൻ ഇല്ല. നമുക്കത് ഹൈവേക്ക് കയറിയിട്ടൊന്ന് നോക്കാം. അപ്പോൾ ഓക്കെ ഗൈസ്, എന്തായാലും സേഫായിട്ട് വണ്ടി ഓടിക്കാൻ ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.